എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് കൊഴുവ കിട്ടി കേട്ടോ എനിക്ക്. അന്നേരം അതിൽ നിന്ന് പകുതി ഞാനെടുത്ത് മുളകിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മുളകിട്ട് വയ്ക്കണ രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കൊഴുവ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകുണ്ട്, ഒരു ശകലം ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കായപ്പൊടിയല്ല ഉലുവാപ്പൊടി. ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കണത് കേട്ടോ. മുളകിട്ട മീൻകറി അത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ദേ മീൻ അതിനകത്തേക്ക് ഇട്ടു. ഞാൻ മീനിട്ടു, ഉലുവാപ്പൊടി ഇട്ടു, ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ, കൂടി പോകരുത്, അത്രയേ ഉള്ളൂ. മുളക് ഒരു 4 സ്പൂണ് മുളക്, എത്രയാണ് 4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഇത്രയും ഞാൻ ഇട്ടു. ഇനി ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. തിളച്ച് വാങ്ങാറാകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. നമുക്കിനി ഇഞ്ചിയും പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് കേട്ടോ. പച്ചമുളക് കീറിയിട്ടു. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ അതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞിടണം കേട്ടോ. ചതച്ച് ഇട്ടാലും നല്ലതാണ്, ഞാൻ ഇടണം. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കൂടെ മീനിൻ്റെ കൂടെ കടിക്കാനായിട്ട് നല്ല രസമാണ് ഇഞ്ചി. അതും ഇട്ടു. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇത് ഞാൻ കുടംപുളിയല്ല, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളിയില്ലേ, ആ പുളിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അതിനകത്തേക്ക്. ആ പുളിയും ചേർത്തു. അതിന് വെള്ളം ഞാൻ ചേർത്തു. ഇനി ഇത് നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ, വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങിയിട്ട് അതിനകത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കണം. കാണിക്കാം കേട്ടോ. ഒന്ന് തിളയ്ക്കട്ടെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയേ. ഇനി വെള്ളം ഒന്ന് പറ്റണം വെന്ത് കഴിഞ്ഞിട്ട്, അത്രേ ഉള്ളൂ. പിടിയുന്നാവും ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ മുളകിട്ട് വയ്ക്കണതാണ്. തേങ്ങ അരച്ചൊക്കെ വറുത്തരച്ചൊക്കെ വയ്ക്കണമെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള കറിയാണിത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചത്. റെഡിയായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ച് വെട്ടി റെഡിയായി. ഇതിനകത്തേക്ക് ഞാൻ കരിവേപ്പില ഇടുവാണ്. നല്ല കരിവേപ്പില, നമ്മുടെ വീട്ടിലുണ്ടായ കരിവേപ്പിലാണ് കേട്ടോ. അത് കാരണം നല്ല കരിവേപ്പില. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ. ഇത്രയും ഒഴിച്ചു. കറി റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും വെച്ച് നോക്കണേ. ഈ കറി ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ മീൻ കറി.